കുറച്ച് പൈസന്റെ ആവശ്യം വന്ന്. അപ്പൊ പൊരയും പറമ്പ് വിൽക്കേണ്ടി വന്ന്. ബാക്കിയുള്ള പൈസ കൊണ്ട് ചെറിയ ഒരു പൊര അന്വേഷിച്ചിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. ഈ നാട് തിരക്കടില്ല, പക്ഷെ ഈ ചായപ്പൊടി എനിക്ക് തീരെ പിടിച്ചിട്ടില്ല. പിടിച്ചില്ലെങ്കിൽ ഇടിച്ച് പോടാ അവിടുന്ന്. ഇവിടെ വന്ന് ഇരിക്കാൻ കൂടി ഇല്ലാതാക്കത്തില്ല ജി. കുഞ്ഞാലാക്ക് മുഴുവൻ അറിയില്ല, എന്റെ ചായ ജി കണ്ടുള്ളൂ. ഇപ്പറഞ്ഞ മാതിരി മകൻ ദുബായിലാണെങ്കിൽ ഇവിടുന്ന് ഇങ്ങനെ കടം കുടിച്ച് പോണെന്തിനാ? മാത്രല്ല ആൾക്കാരെ പറ്റിച്ചിട്ടാണെങ്കിലും കമ്മീഷനും കിട്ടണില്ലേ? ആ പൈസക്ക് ബർക്കത്തുണ്ടാവൂല, അതുകൊണ്ടാ എത്ര കിട്ടിയിട്ടും തികയാത്തത്. ഈരാൻ ഇങ്ങോട്ട് വാ. എങ്ങട്ടാ ഈ ബാണം വിട്ട മാതിരി? അതെല്ലാം വലിയൊരു കഥയാണ്. കഥ കേൾക്കണെങ്കിലേ ഈ 4 ചായക്ക് പറ. ഇന്ന് ചായയും കഴിയും ഇന്റെ വക. കാരണം എന്താന്നറിയോ? പൈസ വീട് കിട്ടിണ്ടാവും അല്ലേ? അല്ലടാ മൊയിന്തേ, ഇന്റെ പെണ്ണുങ്ങള് ദുബായിൽ നിന്ന് പൈസ അയച്ചിക്കണം. ഈ ബീരാന്റെ തലേ വെച്ച കൊള്ളിയോണ്ട് ഒരു ഏറ് കിട്ടിയാൽ മതി നീക്കൊക്കെ. അതിനൊക്കെ ഒരു ഭാഗ്യം വേണം ഇത്രസേ. 5 പെണ്ണുങ്ങൾക്ക് വിസ കൊടുത്ത ആളെ എനിക്കൊന്ന് പരിചയപ്പെട്ടു തരണം. എനിക്കും വേണത്. എന്നിട്ട് വേണം പെണ്ണുങ്ങളെ ഗൾഫ് കറണച്ച് ഇവിടുന്ന് വലസാൻ. ഓ എന്തൊരു സുഖമായിരിക്കും അത്. പെണ്ണുങ്ങളെ ഗൾഫിക്ക് പറഞ്ഞേച്ചി ഓല അയച്ചു തരുന്ന ശമ്പളം തിന്നു നിൽക്കുന്നവരൊന്നും ആണുങ്ങളെ കൂട്ടത്തിൽപ്പെട്ടവരല്ല. കേട്ടില്ലേ? ഈ ആണല്ലാന്ന്. അസൂയാണ് ഐത്രോസേ, അസൂയ. മാസാമാസം എനിക്ക് ഡ്രാഫ്റ്റ് വരുന്നതിൽ അസൂയ. ഈ ഒരു വിസ കൊടുത്തു നോക്ക്. ഓന്റെ പെണ്ണുങ്ങളെയും ഗൾഫിക്ക് പറഞ്ഞാച്ച് ഈ ചായക്കടയും പൂട്ടി ദിനേശ് പീടിയും വലിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവേ. അതിന് കുഞ്ഞാലി വേറെ ജനിക്കണം. അന്റെ സൗര്യക്കേട് കൊണ്ടല്ലോടോ അന്റെ കെട്ടിയോട് ഗൾഫൊക്കെ കിടന്നത്. എന്നിട്ട് ഇപ്പൊ എന്നെ കൊണ്ട് വല്ല സൗര്യമുണ്ടോ? സ്വൈര്യക്കേടോണ്ടാണെങ്കിലേ എന്റെ പെണ്ണുങ്ങൾ ഇപ്പൊ അമേരിക്കയിലെത്താൻ സമയമായി. എന്റെ പെണ്ണുങ്ങൾ ആഫ്രിക്കയിൽ പോയി ലീവിന് വരുന്ന സമയമായി. അപ്പൊ സ്വൈര്യക്കേട് മാത്രം പോരാ, ഭാഗ്യം കൂടി വേണം. അന്റെ പെണ്ണുങ്ങൾക്ക് അതിന് സൗര്യക്കേടില്ലല്ലോ. പെണ്ണുങ്ങളെ കൊണ്ട് അനക്കല്ലേ സൗര്യക്കേട്. അതിന് ഇജ്ജല്ലടോ ഗൾഫിക്ക് പോകേണ്ടത്. ഇതിലിപ്പം വീരാക്കാനെ മാത്രം കുറ്റം പറഞ്ഞതിൽ അർത്ഥമല്ല. അയമാക്കിയും രായും കുട്ടിയാക്കിയും ഒക്കെ പെണ്ണുങ്ങൾ നയിച്ചോണ്ടിരുന്നോണ്ടല്ലേ 3 നേരം ഉരുട്ടിത്തള്ളണത്. ഇവര് രണ്ടാളും ആണുങ്ങളെ കൂട്ടത്ത് പെട്ടോലല്ല എന്നുള്ളത് ഞാൻ പണ്ടേ പറഞ്ഞില്ലേ. നാട്ടുകാരെ മുഴുവൻ ആണും പെണ്ണും തിരിക്കല എന്റെ പണി. ഒരു ചായക്ക് പറഞ്ഞിട്ട് മണിക്കൂർ 1 ആയി. കടിയും പറഞ്ഞിട്ടുണ്ട്. ചായയും കടിയൊക്കെ തരാം, പക്ഷെ ആ ചായന്റെ ഉത്തരവാദിത്തം ആർക്കാന്നുള്ളത് എനിക്ക് ബോധ്യപ്പെടേണ്ടതുണ്ട്. അത് ബീരാന്റെ വകയാണെന്ന് വന്ന് കയറിപ്പോ തന്നെ പറഞ്ഞിക്കണ്. അത് ഇജ്ജി പറഞ്ഞിട്ട് കാര്യമല്ല, ഓന്റെ തൊള്ളോണ്ട് പറയട്ടെ. നിങ്ങൾ 4 ആളും കൂടി കോളർക്ക് പിടിക്കാനേ ഇന്റെ തടിക്ക് ആക്കം കുറവാ. പൈസ ഞാൻ തരും കുഞ്ഞാല്, അത് പേടി ഒപ്പിട്ട് തരണം. 5 സ്റ്റാർ ഹോട്ടലാണെന്നോ അവന്റെ വിചാരം. എന്നോട് എപ്പോഴും ചോദിക്കണമെന്ന് കരുതും. നമ്മളെ കാതിരാക്കാന്റെ മരുവള സ്ഥിതി ഇപ്പൊ എന്താ? എന്ത് സ്ഥിതി? ഓളെ പോരേക്ക് പറഞ്ഞിട്ട് മാസം 1 ആയി. കാര്യം തീർക്കുവോ? അത് വേറെ രസം. കാര്യം തീർപ്പിക്കണമെന്നും പറഞ്ഞ് ചാടിക്കളിക്കാണ് തള്ള. തന്തയാണെ അതിന് വഴങ്ങണമില്ല. ഇനി എന്തിനാണ് കാത്തിക്കണത്? കാര്യം തീർക്കാൻ പറയ്. ഓക്ക് വേറെ പുതിയാപ്പളിനെയും ഓനൊരു പുതിയണ്ണിനെയും ഞാൻ ഉണ്ടാക്കി കൊടുക്കാം. നമ്മളെ ബിസിനസ്സും നടക്കട്ടെ. അല്ല, സംഗതി വല്ലതും നടന്നിട്ടുണ്ടോ? അന്റെ അടുത്ത് വല്ല കഥയുണ്ടോ? സുൽഫീക്കർ അവിടെ ഇടക്കിടക്ക് വരേണ്ടത് എനിക്കറിയാം. ഓൻ എന്നോട് നേരിട്ട് പറഞ്ഞാണ്. അന്ന് വന്നപ്പോ ഓരോ കഷ്ടകാലത്തിന് നമ്മളെ ലീക്ക് വീരാ പറഞ്ഞ മാതിരി സംഗതി എങ്ങനോ ലീക്കായി. സുൽഫീക്കർ ഇതുപോലെ പല സ്ഥലത്തും പോകാറുണ്ട്, നിന്നോടും പറഞ്ഞിട്ടുണ്ട്. ഓന്റെ ഒക്കെ ഒരു ഭാഗ്യം. അല്ലെങ്കിലും ഗൾഫുകാരെ പെണ്ണുങ്ങള് എത്ര കാലം വെച്ചിട്ടാ പിടിച്ചു നിൽക്കുക. അല്ല, നിങ്ങക്ക് ചായക്ക് കൂട്ടാൻ ബീഫ് ഫ്രൈ എടുക്കട്ടെ? ചായക്ക് കൂട്ടാൻ ബീഫ് ഫ്രൈയോ? ഗൾഫാരെ പെണ്ണുങ്ങളെ ഇറച്ചി തിന്നേക്കാൾ നന്നാണ് ബീഫ് ഫ്രൈ. നിങ്ങൾക്കൊന്നും വേറെ പണിയില്ല ചെറുത്താന്മാരെ. ആ പാവങ്ങൾ ഗൾഫ് പോയി കഷ്ടപ്പെട്ട് സമ്പാദിച്ചു കൊണ്ടുവരുന്നതിന്റെ ഓഹരി നിങ്ങൾക്കും കിട്ടില്ലേ പല രീതിയിലും. ഗൾഫുകാർ വന്നെന്ന് കേട്ടാല് മടമ്പുകാലും പെരട്ടി കുത്തി മണ്ടല്ലേ പറ്റോ എന്ന് ചോദിച്ചിട്ട് ഓല പെരക്കാൻ. എന്നിട്ട് ഓല പെണ്ണുങ്ങളെ വട്ടം കൂടി തിന്നു അവിടെ. ഇനി ഒരക്ഷരം ഇവിടുന്ന് മിണ്ടിയാല് 5 എണ്ണത്തിന് മോന്തമലി തിളച്ച വെള്ളം വാരും കുഞ്ഞാലി. കുഞ്ഞാൽ ഞങ്ങൾക്ക് മുഴുവൻ അറിയില്ല, എന്റെ ചായ ഞങ്ങൾ കണ്ടുള്ളൂ. ബീരാനെ, അതിനിടക്ക് കടി പറയാൻ മറക്കണ്ട. അത് വേഗം പള്ളയിലാക്കി സ്ഥലം വിട്ടാല്
നാളെ ഈ മോന്തിയായിട്ട് നാട്ടുകാരുടെ മുമ്പിൽ ഇറങ്ങി നടക്കാം. നിങ്ങൾക്ക് കോഴി ബിരിയാണി വാങ്ങിത്തരുന്നേ, പക്ഷേ ഇവന്റെ പിടിയെന്ന് ഇനി ഒരു മുറുക്ക് വെള്ളം ഈ ബിരിയാണി കുടിക്കൂല. ആ ഔ സമാധാനായി. എന്നാ പിന്നെ ഞങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് പിരിയാം. ആ വരി. നിങ്ങൾക്ക് എങ്ങോട്ടാ? അപ്പൊ കോഴി ബിരിയാണി വറുത്തരാന്ന് പറഞ്ഞില്ലേ, അതെവിടുന്നാ? കോഴി ബിരിയാണിയോ? ആ അതൊക്കെ ഒരു ഉദാഹരണം പറഞ്ഞ അതിന് പുറപ്പെട്ടാ നിങ്ങൾ ഉണ്ടാകുന്ന കോഴിക്കോടി ഇവിടുന്ന്. ആ നടക്കി ഓ അതിന് ദിവസം എങ്ങോട്ട് വരീന്ന്. വരി. നിങ്ങൾ രണ്ടാളും മനസ്സിൽ കുറച്ച് വരും തരുമോ? എനിക്ക് ഈ ഐസിനോടൊരു കാര്യം പറയാണ്ട്. നിങ്ങളൊന്ന് പോയി തരുമോ? നടക്കി. ഇവിടെ വാ. പോയി 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 പോയി. ആ വാ. എന്താ വീരാൻ എനിക്കൊരു ഒഴിച്ചുകളി? ഈ സംഗതി പറയും. എന്തോ ഒരു കള്ളകളി ഉണ്ടല്ലോ എനിക്ക്. ആ ഇതിപ്പോ എന്തിനാന്ന് മനസ്സിലായില്ല. എന്റെ പെണ്ണുങ്ങള് ഗൾഫിലാണെന്ന് എനിക്കറിയാലോ. ആ ആ അത് ശരി. ഓളിപ്പോ പൈസ അയച്ചിട്ടുണ്ടല്ലേ? അടുത്ത മാസം പൈസ അയക്കുമ്പോ ഒരു 250 തരണം. 100 ഇപ്പൊ ഒരു സംഖ്യ അല്ല. ഈ എന്താ നീ പറയണത്? ഇത് അഡ്വാൻസ് ആണ്. അഡ്വാൻസോ? അതെന്തിന്? അതെ, ഞാൻ ഏതായാലും ഇവിടെ വെറുതെ ഉത്തരിക്കുക. കൂട്ടിനൊരാളില്ലാത്തോണ്ട് വല്ലാത്തൊരടങ്ങാറ്. അപ്പോ ഒരു പെണ്ണ് കെട്ടണമെന്നുണ്ട്. അത് ഈ ശരിയാക്കി തരണം. അന്റെ പെണ്ണുങ്ങളോട് ദുബായിൽ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു വരാൻ പറയും. അപ്പൊ പിന്നെ എന്റെ ചെലവക്കാര് നോക്കും, ഈ നോക്കുവോ? അനക്ക് ഇനി ഒരു കല്യാണം ഉണ്ടാക്കാന്ന് പറഞ്ഞാല് എന്റെ തടിക്ക് നല്ലോണം ചതം പറ്റുന്ന പണിയാ. എന്നാലും ഞാൻ നോക്കാം. പക്ഷെ ഇതിന്റെ തുടക്കം എനിക്ക് തീരെ പറ്റിയില്ല. ആ തുടക്കം നന്നായി വരുന്നുണ്ട്. പക്ഷെ അതിന്റെ ഒടുക്കം ചക്കച്ചവണി അന്നാക്ക് കുടുങ്ങിയ മാതിരിയായി പോരുത്. ഇല്ല, സ്ത്രീധനത്തിന്റെ 15% അനക്ക്. വീരാൻ വാക്ക് പറഞ്ഞാ വാക്കാ. പിന്നെ ഒന്നുകൂടെ പറഞ്ഞുതരാം. പെണ്ണ് തെരഞ്ഞ് ഈ നാടായ നാട് മുഴുവൻ നടക്കണ്ട. പെണ്ണിനെ ഞാൻ കണ്ടു വെച്ചിട്ടുണ്ട്. ഈ അതൊന്ന് ഏലാക്കി തന്നാ മതി. മൂർഖം പാമ്പിന് ചേര കടിച്ചേ. ആക്കെ പോട്ടെ. ഏതാ പെണ്ണ്? ഞമ്മളെ കാതലാക്കാന്റെ മരുമോളില്ലേ, ആ സുൽഫീക്കർ പഴപ്പിച്ച പെണ്ണ്. ഓൾ എന്തായാലും മൊയ്യലിക്കണം എന്നാണ് കാതലാക്കാന്റെ പെണ്ണുങ്ങളുടെ തീരുമാനം. അപ്പൊ പിന്നെ ആ കുട്ടിക്കൊരു അണതുറ വേണ്ടേ? അന്റെ പേഴ്സിൽ 500 നോട്ടുണ്ടോ? എന്തിനാ? ഉണ്ടോ നോക്ക്. ഇതിലൊക്കെ 100 നോട്ടാ. 300 ഉള്ളൂ. 300 300. എന്തിനാ ഞാനിപ്പോ ഇത് എടുത്തതെന്ന് ആലോചിക്കുണ്ടാവും. പറഞ്ഞുതരാം. അതായത് ഈ ഇപ്പം പറഞ്ഞ ആലോചനന്റെ തുടക്കത്തിൽ തന്നെ ഏകദേശം 300 റുപ്യന്റെ തൈല എനിക്ക് ആവശ്യം വരും. അതിനാണെന്ന് കൂട്ടിക്കോ. പിന്നെ ഈ ആ പെണ്ണിന്റെ അഡ്രസ് മുഴുവൻ അങ്ങോട്ട് വാങ്ങി തരണം. മാത്രല്ല ഓളെ മൊയ് ചൊല്ലും എന്നുള്ളതിന് ഉറപ്പും കിട്ടണം. ബാക്കി കാര്യം ഞാനേറ്റ്. ഈ ധൈര്യമായിട്ട് പോ.